ഇന്നലത്തെ വൈകുന്നേരം കൈരളിയെ സംബന്ധിച്ച് ഏറെ സന്തോഷം നിറഞ്ഞ വൈകുന്നേരമായിരുന്നു, സായം സന്ധ്യയായിരുന്നു. കൈരളിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ അബുദാബിയിൽ വെച്ച് നടന്നു. വൻ താരനിര, മലയാളത്തിൻ്റെ പ്രിയ മഹാനടൻ മമ്മൂട്ടി അടക്കം നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. നിരവധി ആളുകൾ ആ ചടങ്ങിൽ സംബന്ധിച്ചു. ടി ജമാലുദ്ദീൻ കൂടി ചേരുന്നുണ്ട്. ജമാൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഏറ്റവും സന്തോഷകരമായ ഒരു സുപ്രഭാതമല്ലേ ഇന്നലത്തെ ആ ചടങ്ങുകൾ. ആ ചടങ്ങിൻ്റെ ക്ഷീണമൊന്നുമില്ല ജമാലിൻ്റെ മുഖത്ത്. കാരണം അത്രയും പ്രൗഢഗംഭീരമായ ചടങ്ങായിരുന്നു. സദസ്സിലാകട്ടെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. മമ്മൂട്ടിയുടെ ആ വരവ് അത് കണ്ടു നിന്നു പോകും നമ്മളെല്ലാവരും. ഞാൻ ഇന്നലെ PCR നിന്ന് അത് തത്സമയം കാണുന്നുണ്ടായിരുന്നു. ജമാൽ അത് നേരിട്ട് കണ്ടതാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്ക അബുദാബിയിൽ എത്തുന്നു, ഒരു പൊതുവേദിയിലെത്തുന്നു. ആളുകൾക്കിടയിലൂടെ മമ്മൂട്ടിയുടെ നിരവധി മുഖം മൂടി അണിഞ്ഞ ആളുകൾക്ക് നടുവിലൂടെ സ്റ്റേജിലേക്ക് മമ്മൂക്ക ചെന്ന് കയറുന്നു. നമ്മുടെ മുഖ്യമന്ത്രിയെ സ്റ്റേജിലേക്ക് വിളിപ്പിക്കുന്നു. അടിപൊളി, നല്ല കാഴ്ചകളല്ലേ, സന്തോഷം തന്നെ. മിനിഷ, എനിക്ക് മാത്രമല്ല ഏതൊരു പ്രവാസി മലയാളിക്കും വലിയ ആവേശം നൽകുന്ന, വലിയ എനർജി നൽകുന്ന ഒരു ചടങ്ങായിരുന്നു സത്യത്തിൽ ഇന്നലെ കൈരളി TV സംഘടിപ്പിച്ച കൈരളി TVയുടെ 25ാം വാർഷികാഘോഷ ചടങ്ങ് എന്ന് പറയുന്നത്. അത് നിരവധിയായ കാരണങ്ങളുണ്ട് ഏറെ വേറിട്ട് നിൽക്കുന്ന വളരെ പ്രൗഢമായ വ്യത്യസ്തമായ ഒരു ചടങ്ങായി തന്നെ അത് മാറി. ആയിരക്കണക്കിന് പേരാണ് ആ ചടങ്ങ് വീക്ഷിക്കാൻ എത്തിയത്. അവരൊക്കെ തന്നെയും വലിയ സന്തോഷത്തോടെ ആവേശത്തോടെ തന്നെയാണ് മടങ്ങിയത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാന്നിധ്യമാണ്. അതോടൊപ്പം തന്നെ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂക്കയുടെ എൻട്രിയൊക്കെ നമ്മൾ വളരെ ഏറെ ആവേശത്തോടെ കൗതുകത്തോടെ കണ്ടതാണ്. ഒപ്പം തന്നെ മലയാളം കമ്മ്യൂണിക്കേഷൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ്, അതുപോലെ തന്നെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഒക്കെ തന്നെയും ഈ വേദിയിൽ സന്നിഹിതരായിരുന്നു. വളരെ വിപുലമായ പ്രൗഢമായ ഒരു ചടങ്ങ് തന്നെയായിരുന്നു അബുദാബിയിലേത്. ഒപ്പം തന്നെ ഈ ചടങ്ങ് വ്യത്യസ്തമാക്കാൻ, അതിനെ കെങ്കേമമാക്കാൻ, അതിനെ കൊഴുപ്പേക്കാൻ മലയാള ചലച്ചിത്ര രംഗത്തെ വലിയൊരു താരം തന്നെ എത്തിയിരുന്നു. ജയറാം, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി, ജോജു ജോർജ്, അതുപോലെ ഷാജോൺ, രമേശ് പിഷാരടി, അങ്ങനെ നിരവധിയായ ആളുകൾ. അതുപോലെ സംഗീത സന്ധ്യ തീർക്കാൻ MG ശ്രീകുമാർ, ഹനാൻ ഷാ, ആവിർഭവ്, മഞ്ജരി, സുമി അരവിന്ദ് തുടങ്ങിയ ഗായകരുടെ വലിയ നിര, ഡയന ഹമീദ്, അനു സിത്താര തുടങ്ങി, മഞ്ജു പിള്ള തുടങ്ങിയ നിരവധി ആളുകൾ, കുഞ്ചൻ ഒക്കെ തന്നെയും ഈ വേദിയിലെത്തിയിരുന്നു. അങ്ങനെ വളരെ വ്യത്യസ്തമായ, വളരെ ആവേശകരമായ ഒരു ചടങ്ങ് തന്നെയായിരുന്നു കൈരളി TVയുടെ ഇന്നലത്തെ ഈ ആഘോഷ രാവ് എന്ന് പറയുന്നത്. ഈ പ്രവാസ ലോകത്ത് വെച്ച് നടക്കുമ്പോൾ അതിന് ഒരുപാട് പ്രത്യേകത. കാരണം കൈരളി TV എന്ന ആശയം മുട്ടിട്ടപ്പോൾ തന്നെ അതിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് പ്രവാസ ലോകമാണ്, പ്രത്യേകിച്ച് UAE ആണെന്ന് ഇന്നലെ ചടങ്ങിൽ പങ്കെടുത്ത കൈരളി TVയുടെ മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. അത്രമാത്രം കൈരളിയെ സ്നേഹിക്കുന്ന ആളുകളാണ് പ്രവാസ ലോകത്തുള്ളത്. അതിൻ്റെ അവരോടുള്ള ഒരു ആദരം കൂടിയായിരുന്നു ഇന്നലത്തെ ചടങ്ങ്. മുഖ്യമന്ത്രിയാണെങ്കിൽ കൈരളി TVയെ കുറിച്ച് പറഞ്ഞത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന, എന്നും ഒരു ചാഞ്ചല്യമില്ലാതെ നിലകൊള്ളുന്ന ചാനലാണ് കൈരളി TV. വർഗീയത തുറന്നു കാട്ടാൻ ഏത് സമയത്തേക്കും കൈരളിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ധൈര്യമായി സധൈര്യം മുന്നോട്ട് പോകുക എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രിയുമായി മമ്മൂക്കയും അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസും ഒരു ഇന്ററാക്റ്റീവ് സെഷൻ എന്ന രൂപത്തിലൊക്കെ തന്നെയും വളരെ രസകരമായ ഒരു മുഹൂർത്തങ്ങളും അരങ്ങേറുന്നു. അവിടെ വെച്ച് മമ്മൂട്ടി ചോദിച്ച ഒരു ചോദ്യം മുഖ്യമന്ത്രിയോട്, എങ്ങനെയാണ് കഴിഞ്ഞ 10 വർഷമായി പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നത്? ഒരുപാട് പ്രയാസങ്ങൾ, വെല്ലുവിളികളൊക്കെയും നേരിടുന്നുണ്ട്. അതെങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ വളരെ ധീരമായ ഒരു മറുപടിയുണ്ട്. ഈ ഒരുപാട് പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പരിഹാസങ്ങളൊക്കെ തന്നെ പല ഭാഗത്തും പല പ്രതിഷേധമോ അല്ലെങ്കിൽ പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. പക്ഷേ അതിനെയൊന്നും ഞങ്ങൾ ഗൗനിക്കാറില്ല. ഞങ്ങളുടെ പദ്ധതികളുമായി, നടപടികളുമായി, വികസന പദ്ധതികളുമായി ഒക്കെ തന്നെ മുന്നോട്ട് പോകും. കേരളത്തിൻ്റെ വികസനമാണ്, ജനങ്ങളുടെ ക്ഷേമമാണ് ഞങ്ങളുടെ താല്പര്യം. അത് മുന്നോട്ട് പോകുന്നു. നാടിൻ്റെ ഒരുമ, ഐക്യം, ഇതൊക്കെ തന്നെയാണ് കേരളത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഏതായാലും വലിയ ഒരു ചടങ്ങ്, വളരെ പ്രൗഢമായ ഒരു ചടങ്ങ്. ഈ ആയിരക്കണക്കിന് പേരാണ് ഈ വേദിയിൽ പരിപാടിയിൽ പങ്കെടുത്തത്. അത് ഈ അബുദാബിയിലെ തന്നെ, ഒരുപക്ഷെ UAE തന്നെ ഏറ്റവും പ്രൗഢമായ ഒരു വേദിയാണ് അബുദാബിയിലെ ഇത്തിഹാദ് അറീന എന്ന് പറയുന്നത്. ഒരു മലയാള ദൃശ്യമാധ്യമത്തിന്റെ ഒരു ചടങ്ങ്, ഒരു ഇവന്റ് ആദ്യമായാണ് ഈ ഒരു വേദിയിൽ സംഘടിപ്പിക്കുന്നത്. അതിനായി അത്രമാത്രം ആളുകൾ ഈ വേദിയിൽ ഇന്നലെ തിങ്ങിക്കൂടുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ നിറഞ്ഞ ജനക്കൂട്ടം മുഴുവൻ വലിയ സന്തോഷത്തോടെയാണ് അവരുടെ വീടുകളിലേക്കും ഒക്കെ തന്നെ തിരിച്ചു പോയത്. ഈ പ്രവാസ ലോകം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ സമാനതകളില്ലാത്ത ഒരു ചരിത്ര സംഭവമായി കൂടി ഇന്നലത്തെ അബുദാബിയിലെ കൈരളി TVയുടെ രജത ജൂബിലി ആഘോഷം മാറി എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം.
ശരി. ജമാൽ, ഏതായാലും ജമാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി ആ വേദിയിൽ പറഞ്ഞ വാക്കുകൾ, ആരെങ്കിലും ഒരാൾ നമ്മളെക്കുറിച്ച് ആ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. അത്തരത്തിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രി കൈരളി ചാനലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ. അത് മുന്നോട്ട് പോകാനുള്ള ഞങ്ങളുടെ യാത്രയിൽ കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾക്ക് തരുന്നതും കൂടുതൽ ഊർജ്ജം നൽകുന്ന വാക്കുകളുമായിരുന്നു CM-ൻ്റേത്. വേറിട്ട ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ കൈരളി TV-യുടെ പ്രവർത്തനം വിജയകരമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏത് പ്രതിസന്ധിയിലും മൂല്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ കൈരളി മാതൃക തീർക്കുന്നു. വർഗീയതയെ തുറന്നു കാട്ടുന്നത് പോലെയുള്ള മാധ്യമ പ്രവർത്തനവുമായി കൈരളി TV മുന്നോട്ടു പോകേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.